എല്ലാവരും പറഞ്ഞു നിൽക്കാനാവുമ്പോൾ അങ്ങനെയാണെന്ന്. മെൻസസ് നിൽക്കുന്ന കാര്യമാണ്. നമ്മുടെ ഗൈനക്കോപ്പിയിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളോ സ്ത്രീകളൊക്കെ വരുന്നത് പീരിയഡ് ഇഷ്യൂ ആയിട്ടായിരിക്കും. എന്നാൽ 40-45 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ ഒ പിയിൽ എത്തുന്ന എപ്പോഴാണെന്നറിയോ? പല പൊടിക്കൈകൾ പരീക്ഷിച്ചിട്ടും ബ്ലീഡിങ് സ്റ്റോപ്പ് ആവാതിരിക്കുമ്പോൾ നല്ല ഹെവി ബ്ലീഡിങ് ആയിട്ട് രക്തമൊക്കെ കയറ്റേണ്ടി വരുന്ന അവസ്ഥയിലൊക്കെയാണ്. ഇത്തരക്കാരോട് എന്തിനാ ഇത്രയും നാൾ വീട്ടിലിരുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടിയാണിത്. ഡോക്ടറെ എല്ലാവരും പറഞ്ഞു നിൽക്കാനാവുമ്പോൾ ഇങ്ങനെയാണ്. ശരിയാണ്, മാസമുറ നിൽക്കുന്നതിന്റെ കുറച്ച് മുമ്പേ ഹോർമോൺ ഡ്രോപ്പ് ഒക്കെ വരുന്നത് തൊട്ട് പീരീഡ്സ് ഒക്കെ ഇറഗുലർ ആവാം, എല്ലാ മാസവും വരണം എന്നൊന്നും ഇല്ല. പക്ഷെ ഈ പറഞ്ഞ എല്ലാവർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പ്രായത്തിൽ തന്നെയാണ് ഗർഭാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഗർഭാശയ മുഴകൾ, അഡിനോമയോസിസ്, ഗർഭപാത്രത്തിനകത്ത് കട്ടി കൂടിയിട്ട് ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ ഈ പ്രായത്തിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്താതെ ഇത് മാസമുറ നിൽക്കാനായതാണെന്ന് എങ്ങനെയാണ് അനുമാനിക്കുക? അത് പരിശോധിച്ച് ബാക്കി ടെസ്റ്റ് ഒക്കെ ചെയ്താലല്ലേ അറിയാൻ പറ്റൂ. മാത്രമല്ല, രക്തം കയറ്റേണ്ടി വരുന്ന രീതിയിലുള്ള ഹെവി ബ്ലീഡിംഗ് ഒന്നും മെനോപോസിന്റെ ഭാഗമായിട്ട് യൂഷ്വലി ഉണ്ടാവാറില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ എല്ലാവരോടും പറഞ്ഞ് അവർ പറയുന്നത് കേൾക്കുന്നതിന് മുന്നേ ഒരു ഡോക്ടറെ കണ്ടിട്ട് അവർ പറയുന്നത് ആദ്യം കേൾക്കാൻ ശ്രമിക്കുക. ഏത് അസുഖമാണെങ്കിലും കോംപ്ലിക്കേഷൻസ് ആവുന്നതിന് മുമ്പ് കണ്ടെത്താൻ പറ്റിയാൽ ട്രീറ്റ്മെന്റിന്റെ ആഴം, ചികിത്സാ ചെലവ്, ഈവൻ ഗർഭപാത്രം എടുക്കേണ്ട അവസ്ഥ ഒക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ഇനി നിൽക്കാനായതാണെന്നും പറഞ്ഞ് ബ്ലീഡിംഗ് കൊണ്ട് വീട്ടിലിരിക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുക, ഷെയറും ചെയ്യുക.